ഹായ്, നമ്മൾ ഇന്ന് ക്ലാസ് 9 പുതിയ ടെക്സ്റ്റ് ബുക്ക് ഗണിത മഞ്ജരിയിലെ ചാപ്റ്റർ 1 ഫിഗർ ഇറ്റ് ഔട്ടും അതുപോലെ തന്നെ അതിന് മുന്നേ ഉള്ള എക്സ്പ്ലനേഷനും ആണ് നോക്കാൻ പോകുന്നത്. ഈസി ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പം ഗ്രേഡ് 8 ഒക്കെ ചാപ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണാം. ഇവിടെ നമ്മൾ പഠിച്ചത് x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റ്, x2 y2 എന്ന് പറയുന്ന അടുത്ത പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. It makes no difference whether x2 minus x1 and y2 minus y1 are positive or negative, as we are simply measuring the shifts along the two axes. നമ്മളിപ്പോൾ x2 മൈനസ് x1 പകരം x1 മൈനസ് x2 എടുത്താലും അല്ലെങ്കിൽ y2 മൈനസ് y1 പകരം നമ്മൾ y1 മൈനസ് y2 എടുത്താലും ഇതിന്റെ ആൻസറിന് വ്യത്യാസമൊന്നുമില്ല. അതിന്റെ ആൻസർ എപ്പോഴും എന്ത് തന്നെയായിരിക്കും വരുന്നത്? സെയിം തന്നെയായിരിക്കും വരുന്നത്. വാട്ട് ഇഫ് x1 x2 y1 y2 ടേക്ക് നെഗറ്റീവ് വാല്യൂ? ഇപ്പൊ x1 x2 y1 y2 നെഗറ്റീവ് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ട്രയാങ്കിൾ AMD ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ y ആക്സിസ്. ഇവിടെ AMD എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഇതാണ് നമുക്കിടെ ട്രയാങ്കിൾ AMD. അതിനെ നമ്മൾ y ആക്സിസിൽ റിഫ്ലക്ട് ചെയ്യുക. ഇതാണ് y ആക്സിസ്. അപ്പൊ ഇവിടെ കിടക്കുന്ന പോയിന്റ് ഇപ്പുറത്തേക്ക് മാറ്റണം. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഇമേജ് ഓഫ് ദ പോയിന്റ് AMD? AMDയിലെ ഇമേജിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ A എന്ന് പറയുമ്പോൾ 3, 4. നമ്മൾ y ആക്സിസിലൂടെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കും? y ആക്സിസിന്റെ വാല്യൂല് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എക്സ് ആക്സിസിന്റെ വാല്യൂ നെഗറ്റീവായിട്ട് മാറും. കാരണം ഇവിടുത്തെ കോർഡിനേറ്റിലെ എക്സ് ആണ് നെഗറ്റീവ്, y എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ y ആക്സിസിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ yയുടെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ A' എന്ന് പറയുന്ന ഇമേജ് A' ആണ് വന്നത്. A' വാല്യൂ എത്രയായിരിക്കും തന്നെ? -3, 4. ഇനി ഇവിടെ M നോക്കുക. എമ്മിന്റെ വാല്യൂ 9ഉം 6ഉം ആണ്. അത് y ആക്സിസിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് എത്രയായിട്ട് മാറും? -9, 6. വൈക്ക് വ്യത്യാസമൊന്നുമില്ല. ഡിയുടെ വാല്യൂ 7, 1 ആണ്. അത് y ആക്സിസിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് എത്രയായിട്ട് മാറും? -7, 1. വൈക്ക് വ്യത്യാസമൊന്നുമില്ല. എക്സ് നെഗറ്റീവ് ആയിട്ട് മാറും. എക്സ് ആക്സിസിൽ റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? എക്സ് ആക്സിസിൽ റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ വൈയുടെ വാല്യൂ നെഗറ്റീവ് ആയിട്ട് മാറും. അതാണ് വ്യത്യാസം. ഏതിലാണോ റിഫ്ലക്ട് ചെയ്യുന്നത് അതിലെ ആക്സിസിന്റെ വാല്യൂല് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതിന്റെ ഇപ്പം ഏതാണോ എടുക്കാത്തത് അതിന്റെ വാല്യൂവിലായിരിക്കും വ്യത്യാസം വരുന്നത്. ഇനി C', D', അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. C', D'. ഇതിന്റെ നമ്മൾ എന്താ ചെയ്യണ? ഡിസ്റ്റൻസ് ഇത് എത്ര യൂണിറ്റ് ആണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? x2 മൈനസ് x1 ചെയ്യുക. -3 -1. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? x1 മൈനസ് x2 എന്ന് എടുക്കാം. x1 മൈനസ് x2 എടുക്കുവാണെങ്കിൽ എങ്ങനെ വരും? -3 -7. ഇവിടെ എത്രയാണ്? -3 + 7. -3 + 7 എന്ന് പറയുമ്പോൾ 4 തന്നെയാണ്. തിരിച്ച് നമുക്ക് എടുക്കണേലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം തിരിച്ച് x1 y1 നമ്മൾ എടുക്കുവാന്നിരിക്കട്ടെ. ഇതിനെ നമ്മൾ x1 y1 ആയിട്ട് എടുക്കുന്നു. ഇതിനെ നമ്മൾ x2 y2 എടുക്കുവാണെങ്കിലും x2 മൈനസ് x1 എടുക്കണതിന് കുഴപ്പമില്ല. അന്നേരം നമുക്ക് എന്ത് തന്നെയാണ് വന്നത്? -3 -7 തന്നെയാണ് വന്നത്. അപ്പോഴും ഇത് പോസിറ്റീവ് തന്നെയായിട്ടായിരിക്കും വരുന്നത്. ഇനി A', C' എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ എന്തായിട്ട് എടുക്കുക? x1 y1 ആയിട്ട് എടുക്കുക. താഴെ തന്നെ x2 y2 ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് കോർഡിനേറ്റ് എടുക്കുവാന്നിരിക്കട്ടെ. A', C'-ന്റെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ y1 എന്ന് പറയുന്ന 4, y2 എന്ന് പറയുന്നത് 1. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? y1 മൈനസ് y2. y1 മൈനസ് y2 വരുമ്പോ എത്രയാണ്? 4 - 1. 4 - 1 എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും വന്നത്. നമുക്ക് ഏത് വാല്യൂ എടുത്താലും പോസിറ്റീവ് ആയിട്ടേ വരുള്ളൂ. പിന്നെ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് അത് ഉറപ്പായിട്ടും പോസിറ്റീവ് വരുള്ളൂ. ഇപ്പൊ നെഗറ്റീവ് വാല്യൂ കിട്ടിയാലും ഇപ്പൊ നമ്മൾ x2 മൈനസ് x1 ചെയ്യുകയോ അല്ലെങ്കിൽ x1 മൈനസ് x2 ചെയ്താലും നെഗറ്റീവ് വന്നാലും ഈ യൂണിറ്റ് സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കും തന്നെ? പോസിറ്റീവ് ആയിരിക്കും വന്നത്. -7 മുതൽ -3 വരെയുള്ള ഡിസ്റ്റൻസ് 4 യൂണിറ്റ്. y ആക്സിസ് നോക്കുവാണെങ്കിൽ 4 മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസ് 3 യൂണിറ്റ്. ഇപ്പൊ -4ഉം -3 നമ്മൾ ഡിസ്റ്റൻസ് നെഗറ്റീവ് പറയാറില്ല, പോസിറ്റീവിലേ പറയാറുള്ളൂ. ഇപ്പൊ പോസിറ്റീവ് അല്ല, ഇപ്പൊ നെഗറ്റീവ് നമുക്ക് കിട്ടിയെങ്കിലും അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്തായിട്ടായിരിക്കും കിട്ടുന്നത്? പോസിറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. കാരണം 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9ഉം 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16ഉം തന്നെ.
അപ്പോൾ 16 സ്ക്വയർ റൂട്ട് ഓഫ് 16 പ്ലസ് 9 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 കിട്ടും. 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് വന്നത്? 5 ആയിരിക്കും വന്നത്. ഇനി നമുക്ക് ഡി ഡാഷ് എം ഡാഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ h2 മൈനസ് h1 ഹോൾ സ്ക്വയർ നോക്കുക. അപ്പം -9 -7 ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 1 മൈനസ് 6 ഹോൾ സ്ക്വയർ. ഇവിടെ -9 പ്ലസ് 7 ആവും. -9 പ്ലസ് 9 എന്ന് പറയുമ്പോൾ -2 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 5 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ -5 ഹോൾ സ്ക്വയർ. പിന്നെ അതിന്റെ സ്ക്വയർ റൂട്ട് കൊടുക്കാം. -2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആയി. 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ആയി. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 25 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 29. അപ്പൊ നമുക്ക് ഡി ഡാഷ് എം ഡാഷിന്റെ വാല്യൂ എന്ത് തന്നെ കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 29 കിട്ടും. അത് തന്നെയാണ് ഡി എമ്മിന്റെ വാല്യൂ. ഇനി എം ഡാഷ് എ ഡാഷ് എന്ന് പറയുമ്പോൾ ഈ വാല്യൂ -9 -3 കൊടുക്കുക. അപ്പൊ ഈ സെയിം വാല്യൂ തന്നെ ആയിരിക്കും അവിടെയും കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ -9 -3 ഹോൾ സ്ക്വയർ പ്ലസ് 6 -4 ഹോൾ സ്ക്വയർ. ഇത് രണ്ടും കൂടി മൈനസും മൈനസും പ്ലസ് ആവും. -9 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 6 ആവും. -6ന്റെ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. -6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36. 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. അപ്പൊ 36 പ്ലസ് 4 എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ് ഇത്? റൂട്ട് 40 തന്നെയാണ് വരുന്നത്. രണ്ടിന്റെ കേസിലും വാല്യൂല് വ്യത്യാസമൊന്നുമില്ല. വൈ ആക്സിസിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റിന്റെ സൈൻ മാറും. വൈ കോർഡിനേറ്റ് അതുപോലെ തന്നെ ഇരിക്കുക. അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. We see that reflection has preserved the length of the sides of the triangle. ഈ നമ്മൾ റിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ സൈസും ഷേപ്പും ഒന്നും മാറില്ല. പൊസിഷനും ഓറിയന്റേഷനും മാത്രമേ മാറുള്ളൂ. അതിപ്പം അങ്ങോട്ട് മാറിയാലും കുറച്ച് അങ്ങോട്ടോ വാല്യൂല് വ്യത്യാസം, വാല്യൂലല്ല സൈനില് വ്യത്യാസം വരുന്നേ ഉണ്ടാവുള്ളൂ. ഇനി അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാസ് റിമെയിൻഡ് ദ സെയിം ആൻഡ് വാട്ട് ഹാസ് ചേഞ്ച്ഡ് വിത്ത് ദിസ് റിഫ്ലക്ഷൻ. നമ്മൾ ഇങ്ങനെ റിഫ്ലക്ഷൻ ചെയ്തപ്പോൾ എന്തൊക്കെ സെയിം ആയിട്ട് നിന്നു, എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ചേഞ്ച് ചെയ്തത്? നമ്മൾ റിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ ലെങ്ത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും വരുന്നത്? സെയിം തന്നെയായിരിക്കും വരുന്നത്. എ ഡിയും എ ഡാഷ് ഡി ഡാഷ് എടുത്താലും 5 തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡി എം ഡി ഡാഷ് എം ഡാഷ് എടുത്താലും യൂണിറ്റ് അതിന്റെ ഡിസ്റ്റൻസ് റൂട്ട് 29 തന്നെയാണ്. എം എ എടുത്താലും എം ഡാഷ് എ ഡാഷ് എടുത്താലും റൂട്ട് 40 തന്നെയാണ് വരുന്നത്. പിന്നെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എടുത്താലും അതിന്റെ അകത്തെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും വരുന്നത്. ഏരിയ ഓഫ് എ ട്രയാങ്കിളും കറക്റ്റ് തന്നെയായിരിക്കും വരുന്നത്. രണ്ടും ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ഷേപ്പ് ആൻഡ് സൈസ് ഇതിൽ വ്യത്യാസം വരുന്നത് ഈ ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ട്രയാങ്കിൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഫ്ലിപ്പ് ആവുന്നുള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഏരിയ എ ഡി എമ്മിന്റെ ഏരിയയും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡാഷ് ഡി ഡാഷ് എം ഡാഷ് എങ്ങനെ തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോർഡിനേറ്റിന്റെ സൈനിൽ വ്യത്യാസം വരും. വൈ ആക്സിസിലാണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നെങ്കിൽ എക്സ് ആക്സിസ് +3 എന്നുള്ളത് -3 ആവും, +7 എന്നുള്ളത് -7 ആവും, +9 എന്നുള്ളത് -9 ആവും. വേറെ വ്യത്യാസമൊന്നും വൈ ആക്സിസിൽ വരുന്നില്ല. പൊസിഷൻ മാറും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന സാധനം ഇവിടെയാണ് സാധനം കിടക്കുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് ഇതിലേക്ക് മാറും, സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് മാറും. അതുപോലെ തന്നെ ഓർഡറിൽ വ്യത്യാസം വരും. ക്ലോക്ക് വൈസ് ആയിരുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാറും. എ ഡി എം ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ എ ഡാഷ് ഡി ഡാഷ് എം ഡാഷ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, കാരണം നമുക്ക് മിറർ ഇമേജ് ആയതുകൊണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് ദിസ് ഒബ്സർവേഷൻ ബി സെയിം ഇഫ് ട്രയാങ്കിൾ എ ഡി എം ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ എക്സ് ആക്സിസ് ഇൻസ്റ്റെഡ് ഓഫ് വൈ ആക്സിസ്? നമ്മൾ വൈ ആക്സിസിന് പകരം എക്സ് ആക്സിസിലാണ് റിഫ്ലക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരും, ഒബ്സർവേഷനിൽ വ്യത്യാസം വരും. എക്സ് ആക്സിസിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിന്റെ വാല്യൂ എല്ലാം സെയിം ആയിരിക്കും, പക്ഷെ വൈ ആക്സിസിന്റെ സൈൻ മാറിയിട്ടുണ്ടായിരിക്കും. എക്സിന്റെ സൈൻ എക്സ് തന്നെ നിൽക്കും, പക്ഷെ വൈ ആക്സിസിന്റെ സൈൻ എന്തായിട്ട് മാറും? അത് നെഗറ്റീവ് വൈ കോർഡിനേറ്റിലെ വാല്യൂ ആയിട്ടായിരിക്കും വന്നത്. ഇപ്പൊ 3 4ന്റെ വാല്യൂ എന്തായിട്ട് മാറും? 3 -4 ആയിട്ട് വരും. 7 1ന്റെ വാല്യൂ 7 -1 ആയിട്ട് മാറും. 9 6ന്റെ വാല്യൂ 9 -6 ആയിട്ട് മാറും. ഇവിടെ ലെങ്തിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ലെങ്ത് എപ്പോഴും ഡിസ്റ്റൻസ് 5 യൂണിറ്റ്, മറ്റേത് റൂട്ട് 29 റൂട്ട് 14 തന്നെയായിരിക്കും.
ആംഗിളും ഏരിയ അത് തന്നെയായിരിക്കും. ഷേപ്പിലും സൈസിലും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കാരണം ട്രയാങ്കിള് കോൺഗ്രുവന്റ് ആയതുകൊണ്ട്. കോർഡിനേറ്റിന്റെ പ്രത്യേകത വരുമ്പോൾ എന്ത് വരും? വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും, പക്ഷെ എക്സ് കോർഡിനേറ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എക്സ് കോർഡിനേറ്റില് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. അപ്പൊ ഇവിടെ കിടക്കുന്ന സാധനം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരുന്നു, ഇവിടെ വരുമ്പോൾ അത് എത്ത് ക്വാഡ്രന്റിലേക്ക് മാറും, ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് മാറും. ഇത് എക്സ് ആക്സിസ് റിഫ്ലക്ട് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ വൈ ആക്സിസ് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏതിലേക്കാണ് മാറുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും മാറുന്നത്. ഇവിടെയും മിറർ ഇമേജ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഐസോമെട്രി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, ആംഗിൾ, ഷേപ്പ്, സൈസ് അതെല്ലാം ഒരുപോലെ തന്നെയായിരിക്കും, പക്ഷെ പൊസിഷൻ, ഓറിയന്റേഷൻ മാറും. ഫസ്റ്റ് ക്വാഡ്രന്റ് വൈ ആക്സിസ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആവും, എക്സ് ആക്സിസ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് ഫോർത്ത് ക്വാഡ്രന്റ് ആവും. വൈ ആക്സിസ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആയിട്ട് മാറും, എക്സ് ആക്സിസ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് വൈ ആയിട്ട് മാറും. ഇത്രയും വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോർഷൻ നമുക്കടെ എക്സസൈസിന്റെ എൻഡ് ഓഫ് ദ ചാപ്റ്റർ എക്സസൈസ് ആണ്. അതിലെ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.